നമസ്കാരം. വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുള്ള എല്ലാ ആൾക്കാരെയും പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൈന്യമായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, മോഹൻലാൽ അടക്കമുള്ള മേജർ രവി അടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. അതുപോലെ തന്നെ യൂത്ത് സംഘടനകളുടെ ആൾക്കാർ വന്നു, യുവജന സംഘടനയുടെ ആൾക്കാർ വന്നു, പല തരത്തിലുള്ള ആൾക്കാർ വന്ന് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഈ തെരച്ചിലിന്റെ ഇടയിൽ ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. അത് ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചെന്നാൽ, ഈ സൈന്യം മടിച്ചു നിന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായ പ്രവർത്തകർ അതിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഒരു കടയുടെ അടുത്തായി ജീവന്റെ സാന്നിധ്യം റഡാറിൽ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് സൈന്യം ആദ്യം മടിച്ചു നിന്നു. ആ സൈന്യം മടിച്ചു നിന്ന സ്ഥാനത്താണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ ഇറങ്ങുകയും ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ദൗത്യത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. പിന്നീട് സൈന്യത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളി വരികയും സൈന്യം കൂടി അവരുടെ കൂടെ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള KM ഫ്രാൻസിസിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരായിരുന്നു ഏറ്റെടുത്തത്. അതിന്റെ പ്രവർത്തകർ ഏറ്റെടുത്തതോടുകൂടി താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള യൂത്ത് ബ്രിഗേഡ് അംഗമായിട്ടുള്ള സലാം കരപ്പറ്റ, പി സിയാദ്, PK സൈക്കുട്ടൻ, CK ലാലു, PP അജ്മൽ എന്നിവരാണ് ഈ സംഘത്തിലുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ. എന്തു തന്നെയായാലും ഈ സമയത്ത് സൈന്യം പിൻവാങ്ങിയ സമയത്ത് തങ്ങളുടെ ജീവൻ പോകും എന്നുള്ള ആ ഒരു ഘട്ടത്തിലും ആ പ്രവർത്തനത്തിനിറങ്ങിയ ഡിവൈഎഫ്ഐയുടെ ഉശിരന്മാരായിട്ടുള്ള സഖാക്കൾക്ക് എന്റെ ബിഗ് സല്യൂട്ട്.